നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ദ്രവ്യം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എന്താണ് ദ്രവ്യം എന്ന് ആദ്യം നോക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പൊതുവായി പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് പറയുന്നു. ദ്രവ്യത്തിന് പ്രധാനമായും 7 അവസ്ഥകളുണ്ട്. ഇനി ആ 7 അവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ കോമൺ ആയിട്ട് നമുക്ക് അറിയുന്നതൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, കാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. പിന്നെ പുതുതായി കണ്ടെത്തിയ ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ ഇനിയുള്ളത് 2 ടൈം ക്രിസ്റ്റലും എക്സിറ്റോണിയവും. ഇനി നമുക്ക് എന്താണ് ഖരം എന്ന് നോക്കാം. ഖരങ്ങൾ എന്ന് പറഞ്ഞാൽ നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥങ്ങളാണ് ഖരങ്ങൾ. ദ്രാവകങ്ങൾ എന്നാൽ നിശ്ചിത ആകൃതി ഇല്ലാത്തതും നിശ്ചിത വ്യാപ്തമുള്ളതും ഏത് ആകൃതിയിലും ഉൾക്കൊള്ളാവുന്നതുമായ പദാർത്ഥങ്ങളാണ്. വാതകങ്ങൾ നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ലാത്തവയും തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടിയതുമായ പദാർത്ഥങ്ങളാണ്. ഇനി പ്ലാസ്മ എന്താണെന്ന് നോക്കാം. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മയാണ്. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയിലാണ്. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും തിളക്കത്തിന് കാരണമോ അതും പ്ലാസ്മ തന്നെയാണ്. വളരെ ഉയർന്ന താപനില കാരണമാണ് നക്ഷത്രങ്ങളിൽ പ്ലാസ്മ സൃഷ്ടിക്കപ്പെടുന്നത്. പ്ലാസ്മ അവസ്ഥയിൽ കണികകൾ സൂപ്പർ എനർജറ്റിക് ഓർ എക്സൈറ്റഡ് രൂപത്തിൽ കാണപ്പെടുന്നു. ഫ്ലൂറസെന്റ് ട്യൂബിലും നിയോൺസെൻ ബൾബിലും പ്ലാസ്മ അടങ്ങിയിരിക്കുന്നു. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മ തന്നെയാണ്. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് പ്ലാസ്മ. ഉയർന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ പ്ലാസ്മയാണ്. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയും അതുപോലെ സ്വതന്ത്രമായ ചാർജിത കണങ്ങളുടെ കൂട്ടവും എവിടെയാണുള്ളത്? പ്ലാസ്മയിലാണുള്ളത്. ഇനി അടുത്ത ദ്രവ്യാവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ നമുക്കൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് 2 മനുഷ്യരുടെ പേരാണെന്ന് അങ്ങനെ ഒരു തോട്ട് നമ്മൾ ഉള്ളിലൂടെ പോകുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നത്. ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പ്രവചിച്ച ശാസ്ത്രജ്ഞർ സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനുമാണ്. 2001 ആൽക്കലി ആറ്റങ്ങളിലെ നേർപ്പിച്ച വാതകങ്ങളിൽ ബോസ് ഐൻസ്റ്റീൻ ഘനീഭവിച്ചതിനും കണ്ടൻസേറ്റുകളുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള ആദ്യകാല പഠനങ്ങൾക്കും നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പം ഇത് ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എറിക് എ കോണലിനും വോൾഗാങ് കെറ്റലിനും അതുപോലെ കാൾ ഇ വെയ്മാനുമാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിന് നമ്മൾ പൊതുവെ പറയുന്നത് എന്താണ്? പിണ്ഡം എന്നാണ്, അഥവാ മാസ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. ദൈവഗണം എന്നറിയപ്പെടുന്നതും ഹിഗ്സ് ബോസോൺ ആണ്. ദൈവഗണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതോ ലിയോൺ ലിഡർമാൻ ആണ്. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക് ആണ്. ഇനി ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. താഴ്ന്ന ഊഷ്മാവിൽ ഫെർമിയോണിക് കണങ്ങൾ ചേർന്നുണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്ന അവസ്ഥ പ്രവചിച്ച അല്ലെങ്കിൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഡെബോറ എസ് ജിൻ ആണ്. ഇനി അവസാനത്തെ 7ാമത്തെ ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണിത്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക് എന്ന് പറയുന്നത്. ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മുറേ ജെൽമാനും ജോർജ് സ്വിഗുമാണ്. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണ് ഹാഡ്രോൺ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ദ്രവ്യത്തിന് 7 അവസ്ഥകൾ എന്ന് പറയുന്നത്. ഇനി പുതുതായിട്ട് കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ 2 അവസ്ഥകൾ നേരത്തെ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടി നോക്കാം എന്തൊക്കെയാണ് പുതുതായി കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥകൾ എന്ന്. റൈഡ്ബർഗ് മാറ്റർ, ഉത്തേജിക്കപ്പെട്ട ആറ്റങ്ങൾ കൂടിച്ചേർന്ന് നിർമ്മിക്കപ്പെട്ട ദ്രവ്യമാണ് റൈഡ്ബർഗ് മാറ്റർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് ജാൻ ടെല്ലർ മെറ്റൽ. ഇത് 1937 ജാൻ ടെല്ലർ മെറ്റലിനെ കുറിച്ച് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞരാണ് ആർതർ ജാനും എഡ്വേർഡ് ടെല്ലറും. കേവല 0 താപനിലയിൽ റുബീഡിയം ആറ്റങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിലാണ് ജാൻ ടെല്ലർ മെറ്റലിനെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്.
കാർബൺ 60 ആറ്റങ്ങൾ ചേർന്ന് നിർമ്മിക്കുന്ന ബക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്ന തന്മാത്രയിലുള്ള ആറ്റങ്ങളുടെ സവിശേഷ രാസബന്ധനത്തിൽ നിന്നും രൂപപ്പെട്ട ദ്രവ്യരൂപമാണിത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ക്വാണ്ടം സ്പിൻ ലിക്വിഡാണ്. ഗ്രാഫീനുമായി സാദൃശ്യമുള്ള ദ്വിമാന ഘടനയുള്ള പദാർത്ഥത്തിൽ നിർമ്മിച്ച രൂപമാണ് ക്വാണ്ടം സ്പിൻ ലിക്വിഡ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് പുതുതായിട്ട് കണ്ടെത്തിയ ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകളാണ്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി നമുക്ക് നോക്കാം. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക്, ഗ്ലൂയോൺ പ്ലാസ്മ. ഇത്രയാണ്. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.